ഹലോ മച്ചന്മാരെ, തുളം ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ. അത് നമ്മൾ വേറെ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചതിൽ പിറന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ എന്നത്തെയും കൂട്ട് തന്നെ ഡെയിലി ലൈഫ് വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഇപ്പം കറക്റ്റ് 6 മണിയായി. ഇപ്പം നേരെ നമ്മുടെ മേഡത്തെ മദ്രസയെ കൊണ്ടുപോകുന്നു, സ്കൂളിൽ. അപ്പം അവിടുന്ന് പിന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ മേഡത്തിനെയൊക്കെ കൊണ്ടുവിട്ടു വന്ന് നമ്മുടെ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, അതുകൊണ്ട് മാറണം. 2 ദിവസമായത് മേടിച്ചിട്ട്, അതുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യണം. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, എന്തായാലും രാവിലെ പോയി നമുക്ക് ആ തുണിയൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. തുണിയല്ല, എന്തോ ഒരു ബോക്സാണ്. അത് മേടിച്ചിട്ട് 2 ദിവസമായി. എന്നോട് പറഞ്ഞാൽ അത് മാറിയിട്ട് തിരിച്ച് പൈസ മേടിക്കാൻ പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി പോവാണ്. വെള്ളമൊക്കെ കയ്യിലില്ലെങ്കിൽ പണി കിട്ടും ഈ അവസ്ഥയിൽ. അതുകൂട്ട് ചൂടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. രാവിലത്തെ ചൂടാണ് സഹിക്കാൻ പറ്റുന്നത്. തുണിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. തുണിയല്ല, എന്തോ ഒരു ബോക്സ് കൂട്ടത്ത സാധനമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ നേരെ ചെന്നിറങ്ങുന്ന നമ്മളെ ഒലയാർ റൂട്ടിലോട്ടാണ്. കണ്ടില്ലേ, ഒരു കാർഗാരം കൊണ്ട് കാണിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ ഒലയാർ റൂട്ടാണ്. റിയാദിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിലെ വേണം പോവാൻ. ഇതിലെ പോയാൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ മെട്രോയുടെയാണ്. മെട്രോ ഇവിടം വരെ ഉള്ളൂ. ഇപ്പം ഇങ്ങോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഒലയ റൂട്ടിലോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ എൻഡാണ് ഇതിൻ്റെ ഈ കാണുന്നത്. കുറച്ച് മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും മെട്രോ അവസാനം. അപ്പോൾ അവിടം വരെ ഉള്ളൂ മെട്രോ. അത് കണ്ടില്ലേ, അതിൻ്റെ ഇത് കണ്ടില്ലേ, ഇവിടം വരെ ഉള്ളൂ ഇപ്പം മെട്രോ പണിഞ്ഞേക്കുന്നത്. അതെന്തേലും നമ്മൾ കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് ഇന്നലെ അതിൻ്റെ ഒരു വ്യൂ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കണ്ടില്ലേ. നമുക്കൊരു ചെറിയ പണി പാടിയിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് റൈറ്റായിരുന്നു പോകേണ്ടത്. ഇനി എന്തായാലും ഇതിലേ കറങ്ങിപ്പോണം. ഈ പാലം കയറി കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട്, കാണിച്ചു തരാം. മണ്ടയ്ക്കോട്ട് ചെല്ലട്ടെ. അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ, ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ റൂട്ട് വരണം. ഒരു രക്ഷയില്ല, കാണാനെന്ന് പറഞ്ഞാൽ പൊളിയാണ്. ലൈറ്റ് വർക്കും എല്ലാം. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ മൊത്തം ജനങ്ങളാണ്. അത് പാർക്ക് കൂട്ടാണ് അവിടെ. ആ സൈഡിൽ എല്ലാവരും വരുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നമ്മൾ വേണ്ട ഇതിൻ്റെ അകത്താണ് മറ്റേ ആ പറഞ്ഞത്. ഇതിൻ്റെ അകത്തൊരു കടയുണ്ട്, അതിൻ്റെ അകത്താണ് നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. കുഴപ്പമില്ല, റൂട്ട് തെറ്റിയെങ്കിലും എളുപ്പമായിരുന്നു. ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങേണ്ടി വന്നു. അത് നമുക്ക് വിഷയമില്ല. മാപ്പുള്ള കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കണ്ടില്ലേ, കാറ് പാർക്ക് ചെയ്യാനാണ്. ഇതെല്ലാം സെറ്റപ്പാണ്. ദൈവമേ, പാർക്കിങ്ങിൽ പോയോ? അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ വണ്ടി അവിടെ കയറ്റല്ലേ. രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും.
അപ്പോൾ കൂട്ടുകാർ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് അത് മാറി കിട്ടുമോ? 2-3 ദിവസമായി, കുഴപ്പമില്ലായിരിക്കും. മാറി കിട്ടുവാണെങ്കിൽ അത് മാറണം. എന്തായാലും ഞാൻ അകത്തോട്ട് പോയിട്ട് വരാം. അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ടേ. എന്തായാലും ഞാൻ അകത്തോട്ട് പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ അത് ഇവിടെയാണ് മാറേണ്ടത്. കാണിച്ചിട്ട് ഇതാണ് സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ബില്ല് നമ്മുടെ കയ്യിൽ കണ്ടാൽ മതി. അതുകൊണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം മേടിച്ചോ അത് നമുക്ക് മാറിക്കിട്ടും. ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, ഇതുവരെ വന്നില്ല. ഇതിൻ്റെ അകത്ത് നമുക്കങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റത്തില്ല, അതിനുള്ള നമുക്കുള്ള ഇതില്ല. ഇവരോട് ചോദിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. അറിയാമല്ലോ, ഒന്നാമത് ഇവിടെ തെറ്റിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ പണി മേടിച്ച് കൂട്ടാൻ വയ്യ, അതാണ് പേടി. ഇപ്പം എന്തായാലും 1.5 വർഷമായി. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ എല്ലാം സംഭവിച്ച്, അതെല്ലാം ഞാൻ വിശദമായിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് ഈ വീഡിയോയ്ക്കിടെ പറഞ്ഞത് എല്ലാവരും കേൾക്കണമെന്നില്ല. അത് വ്യക്തമായിട്ട് ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യുന്നുണ്ട്. സൗദി വരുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഒത്തിരി ഉടായ്പകളുണ്ട് ഇവിടെ. ഏജൻസികളായാലും എല്ലാം ഉണ്ട്. പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെ വരുമ്പോൾ. എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, വരട്ടെ, നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു പേപ്പർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് ഇനി ബിൽ സെക്ഷനിൽ പോകാൻ പറഞ്ഞു. അങ്ങോട്ട് പോയി, അങ്ങ് അറ്റം വരെ ഉണ്ട്. ഗൈസ്, ഒടുവിൽ നമുക്ക് പൈസയും കിട്ടി, എല്ലാം റെഡിയായി. ഇവിടെ കുറച്ച് ഇതുണ്ടായിരുന്നു, വേറെ അടുത്ത് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ആദ്യമേ കൊണ്ടുപോയി നമ്മൾ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അവിടുന്ന് ഉണ്ട് ഈ പേപ്പർ, വെള്ള പേപ്പർ തന്ന് അവിടുന്ന് പിന്നെ നേരെ വന്ന് നമ്മുടെ ബില്ലിംഗ് സെക്ഷനിൽ വന്ന് ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ ഇതിൻ്റെ അകത്ത് മേഡത്തിന് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ അവരടിച്ച് മെസ്സേജ് മേഡത്തിന് ചെല്ലും. നമ്മൾ പിന്നെ ഇവിടുന്ന് മേഡത്തെ വിളിച്ചിട്ട് ആ മെസ്സേജ് ചോദിച്ച് OTP പറഞ്ഞു കൊടുത്ത് കുറേ കഴിഞ്ഞ് കിട്ടിയപ്പോൾ അങ്ങനെ ലാസ്റ്റ് പൈസയും കിട്ടി, എല്ലാം കിട്ടി. പിന്നെ എന്തായാലും നമുക്ക് നേരെ പോകേണ്ടത് ഇനി നമ്മളൊരു പൂച്ച സാറിനെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ. അത് മീനോ കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല, അത് വെജിറ്റേറിയനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടിപ്പോൾ നമ്മൾ അതിനൊരു തീറ്റി മേടിക്കണം. അവിടെ കട ഞാൻ ചോദിച്ചായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് പോയി അത് മേടിച്ചുകൊണ്ട് വേണം. അല്ലേ അത് പട്ടിണി കിടക്കുക പൂച്ച. മീനും തിന്നത്തില്ല, മുട്ട തിന്നത്തില്ല. ഇനിയും കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് ഇത് സെറ്റാക്കി കൊടുക്കണം. ഇനി അതുകൂടെ ഉള്ളൂ ട്രൈ ചെയ്യാൻ. അല്ല ഒന്നും കഴിക്കുന്നില്ല അത്. അപ്പോൾ എന്തായാലും പോയി നമുക്ക് പൂച്ച സാറിന് തീറ്റയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ശരി. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിനി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ കണ്ടില്ലേ? ഇതിൻ്റെ താഴെക്കൂടാണ് നമ്മൾ മുമ്പേ കുറച്ച് മുന്നേ അങ്ങോട്ട് പോയത്. കണ്ടതൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്നത് നോക്കിയേ, പന നിൽക്കുന്ന കണ്ടില്ലേ? ഇവിടുത്തെ പന പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, രാത്രിയാകുമ്പോൾ വരണം, ഇതിൻ്റെ ഭംഗി കാണണം. ഇവിടെ കൂടുതൽ ലൈറ്റ് വർക്കിൻ്റെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അതായത് ഇവിടെ പൊളി വ്യൂ ഉണ്ട്. അതായത് ആ 2-3 കെട്ടിടത്തിൻ്റെ ഇടയ്ക്കൂടെ റോഡ് കിടക്കുക. ഇത് നമ്മൾ നേരെ ഇറങ്ങുന്ന കിങ് ഫഹദ് റോഡിലോട്ടാണ്. അത് നമ്മുടെ സൗദിയിലുള്ളവർക്ക് അറിയാം. നോക്കിക്കേ, ആ തെങ്ങ് നിൽക്കുന്നു തൊട്ട് ഇവിടുത്തെ പന നിൽക്കുന്ന കണ്ടില്ലേ?
ഈ സ്ഥലം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാനിത് കാണിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോയെന്ന്, ഹോസ്പിറ്റലിൽ പാർക്ക് ചെയ്തിട്ടേക്കെന്ന് പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഹോസ്പിറ്റലിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർ വേറെ ദൂരോട്ടൊന്നും ഇപ്പോൾ അങ്ങനെ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഓട്ടത്തിന് കുറവൊന്നുമില്ല, ഓട്ടമുണ്ട്. പിന്നെ അവരുള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. റൂട്ട് എങ്ങനെയും ഒറ്റയ്ക്കൊക്കെ പോകാത്ത വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ അന്ന് വന്ന ഹോസ്പിറ്റൽ, കാണിച്ചു തരാം. അതായത് അന്ന് എൻ്റെ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. അതാണ് ഹോസ്പിറ്റൽ. ഇതല്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതുകൊണ്ട് മേഡത്തിൻ്റെ സ്കൂള്. അപ്പോൾ എന്തായാലും പോയി നമുക്ക് പൂച്ചയ്ക്ക് തീറ്റ മേടിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വേണ്ട പൂച്ചയ്ക്ക് തീറ്റ മേടിക്കാൻ വന്ന അന്ന് ഇവിടെയാണ് കണ്ടത്. വീട്ടിലെ കാശ് മുടക്കി അതിന് മേടിച്ച് കൊടുക്കുക. അതാണ് മീനും മുട്ടയൊന്നും കഴിക്കത്തില്ല. ഇതാണ് കഴിഞ്ഞ തവണ മേടിച്ച് കൊടുത്തത്. ഇത് മേടിച്ചാലോ 1 കിലോ, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? അപ്പുറത്തെ സൈഡിലും ഉണ്ടില്ലേ. എല്ലാം ഒന്ന് തന്നെ. നോക്കിക്കേ എന്തോരം സാധനങ്ങൾ കിടക്കുന്ന പൂച്ചയ്ക്ക് വേണ്ടി. താഴത്തെ എല്ലാം അതിന് കൊടുത്തോ. എന്തായാലും നമുക്ക് ഇതേലെ ഒരെണ്ണം എടുക്കാം. അത് കഴിക്കുമെന്നറിയത്തില്ല, കഴിച്ചില്ലെങ്കിൽ പട്ടിണിയാണ്. അങ്ങനെ നമ്മൾ വേണ്ട വീടെത്തി. പൂച്ച സാർ ഇവിടെ ഉണ്ട്. ഡോർ തുറക്കുമ്പോൾ ഓടി വരേണ്ടതാണ്. കാണുന്നില്ലല്ലോ. ഉണ്ട്. ക്ഷീണിതനായി കിടക്കുകയാണ്. വേണ്ട നിനക്കുള്ള തീറ്റ. മീനും മുട്ടയൊന്നും കഴിക്കത്തില്ല, എന്ത് ചെയ്യാനാണ്? നാളെ വേണ്ട വേറെ പൂച്ചയെ കൊണ്ടുവന്നു, നീ കണ്ട? എന്തായാലും കൊടുത്തു നോക്കാം, കഴിക്കില്ലെന്നറിയത്തില്ല. ഇവിടെ ഒരു അതുപോലെ ചൂടല്ലേ, അതാണ് അകത്ത് കയറി കിടക്കുന്നത്. അപ്പം പൂച്ചയ്ക്ക് തീറ്റയൊക്കെ കൊണ്ടു കൊടുത്ത് അത് കഴിക്കുന്നില്ല കേട്ടോ. അത് എന്തോ ചെയ്യുന്ന. ഇപ്പോൾ എന്തായാലും സമയം ഇപ്പം 12:30 മേഡത്തെ വിളിക്കാൻ വേണ്ടി പോകും. മേഡം പിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടേക്കുക, ടീച്ചറാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഇതാകുന്നത്, ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ കുറേ സ്ഥലത്ത് പോകുന്നത്. പക്ഷേ ഫോൺ ചൂടായി, പക്ഷേ ആ വീഡിയോ അങ്ങോട്ട് സെറ്റാകുന്നില്ല. ഫോൺ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചൂടാവുക. അതിൻ്റെയൊക്കെയാണ് ചില വീഡിയോ എല്ലാം കട്ട് ചെയ്ത് കളയും വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ. അതാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇനി അത് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും വെറൈറ്റി സ്ഥലത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. ഫോൺ അവിടെ എല്ലാം കാണിച്ചില്ല. ഇത് മൊത്തം നിങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ എപ്പോഴും പോകുന്നു. എന്തായാലും സ്കൂളിലോട്ട് ചെല്ലട്ടെ. വണ്ടി സ്റ്റാർട്ടാകട്ടെ, ഭയങ്കര ചൂട്. അപ്പം സ്കൂളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ സ്കൂളിലോട്ട് പോകുന്നു. കെട്ടിടങ്ങളൊക്കെ പുതിയത് വരുന്നതേ ഉള്ളൂ. 2030 ആകുമ്പോഴത്തേക്ക് സൗദി വേറെ ലെവലാകും, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. മുമ്പ് നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കാണിച്ച സ്ഥലമില്ലേ, അവിടെയാണ് ഹോസ്പിറ്റൽ. അവിടെ എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് മദ്രസ. ഇതിങ്ങനെ കാണുന്നെങ്കിലും ഇതല്ല, ഇതിന് പുറകിലോട്ടുണ്ട് വഴിയല്ല, സ്കൂള് പുറകിലോട്ടുണ്ട്. ഇവിടെ അത് വലിയ കെട്ടിടമായിട്ടൊന്നുമല്ല, പുറകിലോട്ട് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആശുപത്രി, മറ്റേതല്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. നേരത്തെ വന്നില്ലെങ്കിൽ പാർക്കിംഗ് കിട്ടത്തില്ല, നോക്കാം. ഇപ്പോഴും പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലെന്ന് തോന്നുന്നു. വണ്ടികളെല്ലാം വന്ന് കിടപ്പുണ്ട്.
അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, ആ വണ്ടി കയറ്റിയിടാതിരുന്നാൽ മതി. ഞാൻ ഇവിടെ നേരത്തെ വന്നെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ നേരത്തെ വന്നില്ലെങ്കിൽ പിന്നെ പാർക്കിംഗ് കിട്ടത്തില്ല. പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മളെ മേഡം കറക്റ്റ് സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇവിടെ ആകുമ്പോൾ പാർക്കിംഗ് ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി, ഇനി വന്നോളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൗദിയിലുള്ള ആരും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മുടി എൻ്റെ നല്ല രീതിയിൽ മുടി ഒഴിയുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ നല്ല എണ്ണ ഏതാണെന്ന് വെച്ചൊന്ന് പറയണേ. അതില്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നാലും റിയാദിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അത് എണ്ണയ്ക്ക് വേണ്ടിയാണ് നാട്ടിൽ നിന്നേ. എന്തായാലും മേഡം വരാൻ ടൈമായി. ഞാൻ പോയിട്ട് വരാം. ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും കാണിച്ചു തരാം. ഓക്കെ, ബൈ. അങ്ങനെ സ്കൂളിൽ നിന്നും ഇറങ്ങി. ഇപ്പോൾ ഇത് വേറെ എവിടെയോ ഒരു സ്ഥലത്ത് ഷോപ്പിംഗ് ആണെന്ന് തോന്നുന്നു. ഇനി എത്ര തവണ വെയിറ്റിംഗ് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അതാണ്. പിന്നെന്തോ വരുന്നത് ഞാൻ പറയാൻ വന്നേ, നമ്മുടെ ബന്ധുക്കാരോ ആരല്ലോ ആയിക്കോട്ടെ, നമ്മളൊരാളെ സൗദിയിലോട്ട് കയറ്റി വിടുമ്പോൾ, സൗദിയിലോട്ടോ എവിടോട്ടായാലും നിർബന്ധിച്ച് കയറ്റി വിടുമല്ലോ. രക്ഷപ്പെട്. ശരിയാണ്, രക്ഷപ്പെടാനാണ് എല്ലാവരും വിടുന്നത്. അവിടെ പോയി രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം അവർ പറയുമ്പം അതൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെ എന്താ കറക്റ്റാണോ എന്താണെന്ന് വെച്ചാൽ, കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളോട് നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മളോട് വേറെ പലതും ആയിരിക്കും പറയുന്നത്. സാലറി ഇത്ര ഉണ്ട്, പേടിക്കണ്ട, 3 മാസം ഇത്ര മാസം കഴിഞ്ഞ് സാലറി കൂട്ടും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയത്തുള്ളൂ. പറഞ്ഞ കാര്യമൊന്നുമല്ല നടക്കുന്നത്. അപ്പം നമ്മളെ ഈ രക്ഷപ്പെടാനാന്നൊക്കെ പറഞ്ഞ് കയറ്റി വിടത്തില്ലേ, അവരും ചിന്തിക്കുക. അവർക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുപോവാ. വെറുതെ എന്തിനാ? അല്ലാതെ ബാക്കിയൊന്നും പറയുന്നില്ല. എല്ലാം നമ്മുടെയൊക്കെ അവസ്ഥ തന്നെ ഇതൊക്കെ തന്നെ. അതാ പറഞ്ഞത്, എല്ലാവരും ഉണ്ടതാനും എല്ലാവരും ഉണ്ട്. പക്ഷേ ആവശ്യത്തിന് ആരും ഒരു ഉപകാരമില്ല. ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച എല്ലാം പറഞ്ഞു പോകുന്ന. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ രക്ഷപ്പെടാൻ വിടുമ്പോൾ, ശരിയാണ്, അവൻ്റെ അവസ്ഥ കണ്ട് രക്ഷപ്പെടാൻ കയറ്റി വിടുന്നതായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് അന്വേഷിക്കുക. അവൻ എങ്ങനെയാണ് അവിടെ, അവൻ്റെ കാര്യങ്ങൾ ഓക്കെ ആണോ, അല്ലേ പറഞ്ഞ കാര്യങ്ങളല്ലേ നടന്നില്ലെങ്കിൽ വിട്ടാളെങ്കിൽ കയറ്റി തിരിച്ച് നാട്ടിലെത്തിക്കുക. അല്ലാതെ അയാളുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ശരിയാണ്, വെളിയിലോട്ടൊക്കെ പോകുന്നവരെല്ലാം ബുദ്ധിമുട്ടിയൊക്കെയാണ് ജോലി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഓക്കെ. പക്ഷേ നമ്മൾ വെളിയിലോട്ട് പോകുന്നതിന് നമുക്കൊരു ലക്ഷ്യങ്ങളുണ്ടല്ലോ. അതൊന്നും കറക്റ്റാകത്തില്ലെങ്കിൽ വെറുതെ ആളെ അവിടെ നിർത്തല്ലേ, തിരിച്ച് നാട്ടിൽ കൊണ്ടുവരാൻ നോക്കുക. എൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമായി. അത് ഞാൻ എങ്ങനെയും നാട്ടിൽ വന്നോളാം. എന്തായാലും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം വീഡിയോ എൻ്റെ. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക. എല്ലാം ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ആരും ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതെനിക്കറിയാം. എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഗൈസ്, അപ്പോൾ ഞാൻ സബ്സ്ക്രൈബറിനെ ആരുമല്ല പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടാ അടുത്ത പോകുന്നതെന്നും അറിയില്ല. ഇതാണ്, റെസ്റ്റില്ല. ഹൗസ് ഡ്രൈവർ ജോലിയല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പം തീരും, എപ്പോൾ ഓട്ടം കഴിയും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നു. അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അവിടെ ഒരു സാധനമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന, ഫെസ്റ്റിവലാണോ എന്തോ ഒരു പേര് പറയായിരുന്നു. അതിൻ്റെ
പേരങ്ങ് മറന്നുപോയി. ഇതാണ് മറ്റേ നമ്മളെ വണ്ടറിലൊക്കെ ഇങ്ങനെ കറങ്ങുന്ന സാധനമൊക്കെ അത്. സൗദിയിലുള്ള ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ അത് പറയണത്. നമ്മളെ വേൾഡ് അങ്ങനെ എന്തോ. ഞാനിവിടെ പാർക്കിങ് വെയിറ്റ് ചെയ്യിക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഇല്ല. പോലീസ് വന്ന ക്യാമറ അടി കിട്ടും. നമ്മുടെ വണ്ടി പിന്നെ എന്തോ ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പണി കിട്ടാതിരുന്നാൽ മതി. അപ്പോൾ ഗൈസ് മോവെല്ലാം കരുവാളിച്ചിരിക്കുന്നുണ്ടല്ലേ. ഉച്ചയ്ക്കൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി ഒരു പണി തന്നു. അതായത് അന്നത്തോട്ട് തന്നെ ഓവർ ഹീറ്റാണ് വണ്ടി കയറിയത്. ലാസ്റ്റ് പിന്നെ അവിടെ വണ്ടി നിർത്തി കുറേ സമയം നിർത്തിയിട്ട് നോക്കിയപ്പോൾ വെള്ളം കുറയുന്നു. പിന്നെ ആ വെള്ളം ഒഴിച്ച് നേരെ വർക്ക്ഷോപ്പിൽ പോയപ്പോഴത്തേക്കാണ് അന്നവന്മാർ മാറിയെന്ന് പറഞ്ഞതാണ്. ഈ സാധനം ഉണ്ട്, ലീക്കുണ്ടായിരുന്നു. അതാണ് ഇന്നും വണ്ടി പണി തന്നത്. അത് കാരണം ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അടുത്ത് കടയൊന്നുമില്ല. പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വേറെ ടാക്സി പിടിച്ച് റൂമിൻ്റെ അവിടെ വന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഇവിടെ കറക്റ്റ് 9 മണിയാണ്. ഇനിയൊന്ന് ഫ്രഷ് ആകണം. ഇനി മേഡത്തെയൊക്കെ വിളിക്കാൻ വേണ്ടി പോകണം. മേഡത്തെ പിന്നെ നമ്മുടെ കൂടെയുള്ള ഒരാൾ വന്ന് വേറെ വണ്ടി വന്ന് വിളിച്ചുകൊണ്ട് പോകണമായിരുന്നു. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടും പോയി. പടം മോവെല്ലാം കൈവടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നടത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.